Hello friends, welcome to Design Point YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ YouTube ചാനലിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻട്രോ വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് Alight Motion എന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ Alight Motion ഓപ്പൺ ചെയ്യാം. Alight Motion ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 16:9 1080p 30 fps ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അതിന് ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഒരു സ്ക്വയർ ആഡ് ചെയ്യുക, സ്ക്രീന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് ഞാനൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്, ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഫുള്ളായി ഇട്ട് കൊടുത്തതിന് ശേഷം 10 സെക്കൻഡിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഓക്കെ, 10 സെക്കൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും അതുപോലെ തന്നെ അതിൻ്റെ ടൈമൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോയിൽ പോയിട്ട് നമ്മുടെ ലോഗോ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ചെറുതായി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഗോ നമുക്കൊരു 5 സെക്കൻഡ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 5 സെക്കൻഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാൻ അതിനുണ്ട്. മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് മൂന്നാമത്തെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. സ്കെയിലിൽ ഒരു ആനിമേഷൻ, അതായത് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഫുള്ളായിട്ട് ചെറുതായി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഒരു രണ്ടാമത്തെ സെക്കൻഡിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഫുള്ള് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സൈസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ആനിമേഷൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ജസ്റ്റ് ഇവിടെയാണ് ആനിമേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒന്ന് ടൂൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എലമെൻസിൽ പോയിട്ട് ഈ ഡോട്ട് ബ്രസ്റ്റ് പറഞ്ഞ ഈ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എലമെൻറ്റ് നമുക്ക് നമ്മുടെ ലെയറിൻ്റെ അടിയിൽ കൊണ്ടുവിടാം, അതായത് ലോഗോൻ്റെ അടിയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡോട്ടിൻ്റെ വിഡ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ലിങ്കിൽ പോവുക. അൺലിങ്ക് ആൻഡ് എഡിറ്റിൽ പോയതിന് ശേഷം ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഷേപ്പിൽ പോയാൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് കുറക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് താഴത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലോഗോൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റിൽ പോവുക, ഒപ്പാസിറ്റി വിസിബിലിറ്റിയിൽ പോയതിന് ശേഷം ഫെയ്ഡ് ഇന്ന് ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോവുക, ഇന്ന് മാറ്റിയിട്ട് ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു മൂന്നാമത്തെ ഇതിലിട്ട് കൊടുത്താൽ 20 എസ്സിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു മൂന്നാമത്തെ സെക്കൻഡിൽ വെച്ചിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സ്ക്വയർ ആഡ് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒന്ന് കറക്റ്റായി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാതല്ലെങ്കിൽ എഡിറ്റ് ഷേപ്പിൽ പോയിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളറൊന്ന് വൈറ്റാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അതിന് ശേഷം റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഷേപ്പിൽ പോവുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ എക്സ് ഫുള്ളായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലാസ്റ്റിൽ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. ഓക്കെ, നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഈ ഇതിൽ പോയിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത സാധനം നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് താഴത്തേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഈ ഒരു സംഭവം മുകൾക്കും കയറ്റി കൊടുക്കുക. അപ്പോൾ രണ്ട് ഷേപ്പിന് നമുക്ക് ആനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇവിടെ എത്തിയാൽ
നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് ആൻഡ് വീഡിയോയിൽ പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ചെയ്ത് ഞാൻ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റിൽ പോയിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഫോണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. കളർ വൈറ്റ് ആക്കി ഓക്കെ കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ചെടുക്കാം. ശേഷം ഒന്നുകൂടെ ടെക്സ്റ്റിൽ പോവുക. യൂട്യൂബ് ചാനൽ അടിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഫോണ്ടും ഇത് സെലക്ട് ചെയ്യുക, വൈറ്റ് ആക്കി കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഓക്കെ, ശേഷം മൂവ് ചെയ്തിട്ട് താഴത്തോണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു 3 ലെയേഴ്സിനും നമുക്ക് ആനിമേഷൻ കൊടുക്കാണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റിൽ പോയിട്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാ സിമ്പിളായിട്ടുള്ള ആനിമേഷനാണ് കൊടുക്കുന്ന എഫക്റ്റുകൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അതിന് 3ലേക്കും പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു എഫക്റ്റ്. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലെയർ നമുക്ക് ഫുള്ളായിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതും ജസ്റ്റ് നമ്മൾ 10 സെക്കൻഡ് കൊടുത്താൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം അതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കാട്ടും വെറൈറ്റി ആയിട്ട് ആനിമേഷനും കാര്യങ്ങളും കൊടുത്ത് ചെയ്യാനും സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.